ഏവരെയും ഞെട്ടിച്ച് തമിഴ്നാട് മുൻ ബി.ജെ.പി. അധ്യക്ഷൻ കെ അണ്ണാമലൈ പുതുച്ചേരിയുടെ തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് അപ്രതീക്ഷിതമായി ഇറങ്ങിയിരിക്കുകയാണ്. അണ്ണാമലയുടെ ഊർജ്ജസ്വലമായിട്ടുള്ള വരവ് കണ്ട് സാക്ഷാൽ NDA പ്രവർത്തകർ പോലും ഒന്ന് അത്ഭുതപ്പെട്ടു പോയി. ഒടുവിൽ അവിടെ സംഭവിച്ചത് മറ്റൊന്നുമായിരുന്നില്ല, പ്രചാരണ രംഗത്ത് NDA പ്രതിപക്ഷത്തെക്കാൾ ബഹുദൂരം മുന്നിലേക്ക് കുതിക്കുന്ന കാഴ്ചയാണ്. പുതുച്ചേരി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ NDAയുടെ വൻ വിജയം ഉറപ്പിച്ചുകൊണ്ടാണ് അണ്ണാമലൈ ഇപ്പോൾ കളത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്. നിലവിലെ മുഖ്യമന്ത്രി N. രംഗസ്വാമിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിനെ ജനങ്ങൾ വീണ്ടും അധികാരത്തിലേറ്റുമെന്ന് അദ്ദേഹം അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു. വികസന സൂചികകളുടെ കാര്യത്തിൽ പുതുച്ചേരി രാജ്യത്തെ തന്നെ മികച്ച മുന്നേറ്റമാണ് നടത്തുന്നത്. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ നിരവധി ബഹുരാഷ്ട്ര കമ്പനികളെ പുതുച്ചേരിയിൽ എത്തിക്കുന്നതിൽ NDA സർക്കാർ വലിയ വിജയമാണ് നേടിയതെന്ന് അണ്ണാമലൈ അടിവരയിട്ട് പറയുന്നു. ഇത്തവണ മുഖ്യമന്ത്രി N. രംഗസ്വാമിയുടെ നേതൃത്വത്തിലുള്ള ഓൾ ഇന്ത്യ NR കോൺഗ്രസിനൊപ്പമാണ് BJP തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. AINRC 16 മണ്ഡലങ്ങളിലും BJP 10 സീറ്റുകളിലുമാണ് ജനവിധി നേടുന്നത്. ഈ നിർണായക ഘട്ടത്തിലാണ് താഴെത്തട്ടിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേരിട്ട് ചുക്കാൻ പിടിക്കാൻ അണ്ണാമലൈ രംഗത്തെത്തിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ എന്റെ ബൂത്ത് ഏറ്റവും ശക്തമായ ബൂത്ത് എന്ന മുദ്രാവാക്യം ഏറ്റെടുത്ത് വീട് തോറുമുള്ള പ്രചാരണത്തിനാണ് അദ്ദേഹം ഇപ്പോൾ മുൻഗണന നൽകുന്നത്. ഈ തെരഞ്ഞെടുപ്പ് കേവലം ഒരു രാഷ്ട്രീയ പോരാട്ടമല്ല എന്ന് അണ്ണാമലൈ വോട്ടർമാരെ ബോധ്യപ്പെടുത്തുന്നു. കോൺഗ്രസ് DMK സഖ്യം സ്വന്തം കുടുംബത്തിന് മാത്രം പ്രഥമ സ്ഥാനം നൽകുന്നവരാണെങ്കിൽ BJPയും NDAയും പുതുച്ചേരിക്ക് പ്രഥമ സ്ഥാനം നൽകുന്നു എന്നതാണ് പ്രധാന സന്ദേശം. കുടുംബ രാഷ്ട്രീയവും വികസന രാഷ്ട്രീയവും തമ്മിലുള്ള ഈ പോരാട്ടത്തിൽ അണ്ണാമലയുടെ മൂർച്ചയേറിയ വാക്കുകൾ പ്രതിപക്ഷ ക്യാമ്പിൽ ചെറിയൊരു വിറയൽ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ചുരുക്കത്തിൽ അണ്ണാമലയുടെ ഈ സർപ്രൈസ് ക്യാമ്പയിൻ എൻട്രി NDAയുടെ ആത്മവിശ്വാസം വാനോളം ഉയർത്തിയിരിക്കുകയാണ്. താഴെത്തട്ടിലെ ശക്തമായ പ്രവർത്തനങ്ങളും വികസനങ്ങളും മുൻനിർത്തിയുള്ള പ്രചാരണവും കൂടിയാകുമ്പോൾ പുതുച്ചേരിയിലെ ഈ തെരഞ്ഞെടുപ്പ് അംഗം കൂടുതൽ ആവേശകരമാവുകയാണ്. ഈ രാഷ്ട്രീയ നാടകങ്ങളിൽ ഒടുവിൽ വിജയം ആർക്കൊപ്പമായിരിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.